സിയോൺ ക്ലാസിക്സ് TV ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് TVയിലേക്ക് സ്വാഗതം. 30 സെക്കൻഡുകൾക്കുള്ളിൽ യേശുവിന്റെ ഹൃദയം കീഴടക്കി. നിരീശ്വരവാദിയായിരുന്ന ക്രിസ്റ്റഫർ ക്രാൽക്ക ഇന്ന് വൈദികൻ. 2 പതിറ്റാണ്ട് മുൻപ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ നടത്തിയ പോളണ്ട് സന്ദർശനത്തിനെ തുടർന്ന് നിരീശ്വരവാദം വിട്ട് കത്തോലിക്ക പൗരത്വം സ്വീകരിച്ച പോളണ്ട് സ്വദേശിയുടെ തിരുപ്പട്ടത്തിലേക്കുള്ള യാത്ര മാധ്യമ ശ്രദ്ധ നേടുന്നു. 30 സെക്കൻഡുകൾക്കുള്ളിലാണ് നിരീശ്വരവാദിയായ ക്രിസ്റ്റഫർ ക്രാൽക്കയുടെ യഥാർത്ഥ ജീവിത നിയോഗം ദൈവം കാണിച്ചു കൊടുത്തത്. കത്തോലിക്ക മാധ്യമമായ അലീറ്റയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ഫാദർ ക്രിസ്റ്റഫർ തന്റെ ജീവിതകഥ പങ്കുവെക്കുകയായിരുന്നു. തെക്ക് കിഴക്കൻ പോളണ്ടിലെ കീൽ സ്വദേശിയായ ക്രിസ്റ്റഫർ പൂർണ്ണമായും ദൈവവിശ്വാസം ഉപേക്ഷിച്ചുകൊണ്ടുള്ള ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. ദേവാലയത്തിന് മുന്നിൽ കൂടെ പോലും പോകാൻ അദ്ദേഹം താല്പര്യപ്പെട്ടിരുന്നില്ല. ആധുനിക ലോക കാഴ്ചപ്പാടില്ലാത്ത പിന്നോക്ക സ്ഥാപനം എന്ന വിശേഷമാണ് അദ്ദേഹം തിരുസഭയ്ക്ക് നൽകിയിരുന്നത്. 2002 ഓഗസ്റ്റ് 16 അന്നത്തെ മാർപ്പാപ്പയായിരുന്ന വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പോളണ്ടിലേക്ക് എത്തിച്ചേർന്നത്. പാപ്പയുടെ പോളണ്ട് സന്ദർശനത്തിന്റെ ആദ്യ ദിവസം തന്നെ ക്രിസ്റ്റഫറെ അലോസരപ്പെടുത്തിയിരുന്നു. രാജ്യത്തെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന ഈ സംഭവത്തെ താൻ എങ്ങനെ അതിജീവിക്കുമെന്ന് അദ്ദേഹം ആശ്ചര്യപ്പെട്ടു. ടെലിവിഷൻ ഓൺ ചെയ്യുവാൻ പോലും ആദ്യം തനിക്ക് തോന്നിയിരുന്നില്ല എന്ന് ഫാദർ ക്രിസ്റ്റഫർ തുറന്നു പറയുന്നു. എന്നാൽ പാപ്പയുടെ വാക്കുകൾ കേൾക്കുവാനുള്ള ശക്തമായ ആന്തരിക സമ്മർദ്ദം അവനിൽ നിറയുകയായിരുന്നു. എഫെസോസ് 2:4 അടിസ്ഥാനമാക്കി ദൈവം കരുണയാൽ സമ്പന്നനാണ് എന്ന വാക്യമായിരുന്നു പാപ്പയുടെ സന്ദർശനത്തിന്റെ മുഖ്യ പ്രമേയം. എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് യേശു മരിച്ചതെന്ന് പരിശുദ്ധ പിതാവ് വിശദീകരിച്ചു. ആ വൃദ്ധന്റെ വാക്കുകൾ എന്നെ വളരെയധികം സ്വാധീനിച്ചു. പാപ്പയുടെ വാക്കുകൾ കേട്ട താൻ ഒരുതരം ഉന്മാദാവസ്ഥയിലായെന്ന് ക്രിസ്റ്റഫർ തുറന്നു സമ്മതിക്കുന്നു. പാപ്പയുടെ വാക്കുകൾ സശ്രദ്ധം കേട്ടുകൊണ്ടിരിക്കെ പൂന്തോട്ട പരിപാലനത്തിൽ സഹായിക്കാൻ തന്നെ മാതാപിതാക്കൾ ആവശ്യപ്പെട്ടപ്പോൾ മാർപ്പാപ്പയെ ശ്രവിക്കുകയാണെന്ന് പറഞ്ഞ് നിരസിച്ചു. അവരെ സഹായിക്കാതിരിക്കാൻ ഞാനൊരു ഒഴിവ് പറഞ്ഞതാണെന്നാണ് അവർ കരുതി. എന്നാൽ എനിക്ക് അത് ദൈവാനുഭവമായിരുന്നു. ആ നിമിഷം എനിക്ക് സന്തോഷവും സ്വാതന്ത്ര്യവും വലിയ സമാധാനവും തോന്നി. അത് പരിശുദ്ധാത്മാവായിരുന്നു എന്ന് ഇപ്പോൾ എനിക്കറിയാം. ഞാൻ നിന്നെ തിരഞ്ഞെടുക്കുവാൻ പോകുന്നു എന്ന് ദൈവത്തിരുമുൻപിൽ സമ്മതിച്ചപ്പോൾ തന്നെ ഒരു പുരോഹിതനാവുക എന്ന ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ കഴിഞ്ഞു. എന്നാൽ പാപ്പയുടെ വാക്കുകൾ കേട്ടത് അവസാനിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ സംശയമുണർന്നു. തനിക്ക് എന്നെ ഒരു പുരോഹിതനായി വിചാരിക്കുവാൻ പോലും കഴിയുകയില്ലായിരുന്നുവെന്ന് ക്രിസ്റ്റഫർ കൂട്ടിച്ചേർത്തു. പുരോഹിതരെല്ലാം അന്തർമുഖരായിരുന്നു എന്നായിരുന്നു ധാരണ. എന്നാൽ അധികം താമസിയാതെ തന്നെ ദൈവം തനിക്കായി ഒരുക്കിയ പാത സന്തോഷത്തോടും ആനന്ദത്തോടും കൂടി തിരിച്ചറിഞ്ഞു. വെറും 30 സെക്കൻഡുകൾക്കുള്ളിലാണ് അതെ എന്ന പ്രത്യുത്തരം ദൈവത്തിന് നൽകിയത്. അതൊരു പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു. കാരണം ഒന്നുകിൽ ഞാൻ ഇതുവരെ ജീവിച്ച പോലെ പാപത്തിൽ മുഴുകിയുള്ള ജീവിതം നയിക്കും, അല്ലെങ്കിൽ പുരോഹിതനായി വെളിച്ചത്തിൽ ജീവിക്കും. അത് മോശവും നല്ലതുമായ പാതകൾക്കിടയിലെ തിരഞ്ഞെടുപ്പായിരുന്നില്ല, ജീവിതത്തിനും മരണത്തിനുമിടയിലുള്ള തിരഞ്ഞെടുപ്പായിരുന്നു, ഫാദർ ക്രിസ്റ്റഫർ പറയുന്നു. 2009 പള്ളോട്ടിൻ സമൂഹാംഗമായി ക്രിസ്റ്റഫർ തിരുപ്പട്ട സ്വീകരണം നടത്തിയത്. മുൻപ് മുഖം മൂടി അണിഞ്ഞ ഒരു ജീവിതമായിരുന്നു എൻ്റേത്. എന്നാൽ ദൈവത്തിന് എൻ്റെ മുഖം മൂടി പിച്ച് ചീന്തുവാൻ കഴിഞ്ഞു. ദൈവം എന്നെ നിരീക്ഷിക്കുകയും നയിക്കുകയും ചെയ്യുന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ജനങ്ങളെ സുവിശേഷവൽക്കരിക്കുന്നതിൽ ദൈവം എന്നെ സഹായിക്കും. നമ്മുടെ സഹനങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കുമുള്ള ഉത്തരമായ ക്രിസ്തുവിൽ സഭയ്ക്കൊരു അമൂല്യനിധി ഉണ്ടെന്ന് ഇന്നത്തെ യുവജനത മനസ്സിലാക്കുന്നത് ദൗത്യമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഫാദർ ക്രിസ്റ്റഫറിന്റെ അഭിമുഖം അവസാനിക്കുന്നത്. ഇന്ന് സ്കൂളുകളിലെ സുവിശേഷവത്കരണ പ്രേക്ഷിത പ്രവർത്തനത്തിൽ വ്യാപൃതനാണ് ഈ യുവ വൈദികൻ. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.